യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാകും. കുറ്റിച്ചിറ വാർഡിൽ നിന്നാകും മത്സരിക്കുക. ലീഗ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഷബീർ ഉമറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഷബീർ, യുവ നേതാക്കളെ തന്നെ രംഗത്തിറക്കുകയാണ് യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ്. അതായത് ഉദ്ദേശിക്കുന്നത് ഈ ഭരണം ലക്ഷ്യമിടുക തന്നെയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ മറ്റാരൊക്കെയാണ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകില്ലേ? അനീഷ, തീർച്ചയായും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFന്റെ ആകെയുള്ള സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം തന്നെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് ഇന്ന് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവസാന വട്ടത്തിൽ ഒരു അന്തിമ ധാരണയാക്കുന്നതിനുള്ള യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ കോർപ്പറേഷനിലേക്ക് വനിതാ പ്രാതിനിധ്യം സ്വാഭാവികമായി ഉണ്ടാകും. ഒപ്പം തന്നെ യുവ വനിതകളെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും MSFന്റെ വനിതാ നേതാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഹരിതയുടെ മുൻ നേതാവായിട്ടുള്ള ഫാത്തിമ തഹ്ലിയെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. കുറ്റിച്ചിറ വാർഡിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ മത്സരിക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. അവസാനവട്ട ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും രാത്രി 8:00 സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 29 വാർഡുകളിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. UDFൽ 29 വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത്. എന്തായാലും വനിതകളെ ഒപ്പം തന്നെ യുവാക്കളെ എല്ലാം രംഗത്തിറക്കി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിക്കുക തന്നെയാണ് UDF ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ പരമാവധി പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുസ്ലിം ലീഗിനുമുണ്ട്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ MSFന്റെ വനിതാ നേതാക്കൾക്ക് മുസ്ലിം ലീഗ് പരിഗണന നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് കോർപ്പറേഷനിലേക്ക് ഈ നിലയ്ക്ക് യുവ വനിതാ നേതാക്കൾക്ക് മുസ്ലിം ലീഗ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് ഫാത്തിമ തഹ്ലിയ കോർപ്പറേഷനിലേക്ക്, കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. അനീഷ.